ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ 2-3 ദിവസമായിട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും ഇല്ലാട്ടാ. എനിക്ക് കുറച്ച് ദിവസമായിട്ട് വയ്യാറുണ്ട്, ഹെൽത്ത് ഇഷ്യൂ ആയിരുന്നു. സൗണ്ട് റെഡി ആയിട്ടില്ല, തൊണ്ടവേനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇന്നലെ വന്ന വഴിക്കൊക്കെ ചെറിയ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനത് പറ്റുമെങ്കിൽ ഇതിൽ കൊടുക്കാട്ടാ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. പിന്നെ നമ്മൾ ഇന്നലെ താമസിച്ചത് ഈ ഒരു പമ്പിനാട്ടാ. ടെൻ്റ് അടിച്ച് ഇപ്പം അത്യാവശ്യം വെയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നല്ല തണുപ്പ് പറഞ്ഞിട്ട് രാവിലെ നല്ല കോടയും കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ പാടില്ല, തൊണ്ടവേന, മൂക്കടപ്പ്, ഒരു തളർച്ചയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ അധികം റൈഡ് ചെയ്യണില്ല. ഇവിടെ നിന്നടുത്ത് മാറിയിട്ട് ഗുളിക കാര്യങ്ങളൊക്കെ മേടിക്കാമെന്ന് വെച്ചാൽ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ നിന്ന്. കുഴപ്പമില്ല, ഗുളിക കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ടെൻ്റൊക്കെ ഒന്ന് അയച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാട്ടെ പയ്യെ. ഇപ്പോൾ ടെൻ്റൊക്കെ അയച്ച് സെറ്റാക്കി സൈക്കിളിൽ ലോഡ് ചെയ്തിട്ടാ. അപ്പോൾ എനിക്ക് വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഒരു ബയ്യുണ്ട്. भैया हाय, आपका नाम क्या है? नाम क्या है? नाम अच्छा हाय, नाम क्या है भैया? मेरा नाम विनोद कुमार सिंह। अच्छा, आपका नाम अच्छा. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ടാ. ഇവിടെ എന്തോ അപ്പൊ എന്തോ നാസ്ത എടുക്കട്ടെ, ഞാൻ കാണിച്ചിട്ടാ. ഓ താങ്ക് യു ഭയ്യ. अच्छा. കടലക്കറി ഉണ്ട്, പിന്നെ ഇത് പൊരിയുണ്ട്, പിന്നെ ഒരു ദൂരം കേട്ടോ. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോട്ടെ. ഭയങ്കര സന്തോഷം. ഇന്നലെ മുതൽ ഭയങ്കര സപ്പോർട്ടാണ്. താങ്ക് യു ഭയ്യ. ഇപ്പം എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് പോട്ടെ. ഇപ്പോൾ ഏകദേശം 10 മണി കഴിഞ്ഞ് നമ്മളെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ കുറച്ചങ്ങ് പോകുന്നു. വന്ന വഴിക്ക് ഒരു പുള്ളി നമ്മളെ ചായ കുടിക്കാണ്ട് ഇൻവൈറ്റ് ചെയ്തിട്ടാണ്. കണ്ടില്ലേ, ജിലേബി കാര്യങ്ങളൊക്കെ വന്ന് കടയിലാണ്ട പുള്ളി അവിടെ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കണേ. ഞാൻ ആളെ പരിചയപ്പെടുത്തരാം. എൻ്റെ സൈക്കിൾ കാര്യങ്ങൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ പോണേർന്ന് മെഡിക്കൽ ഷോപ്പ് അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ കുറച്ച് തൊണ്ട ഭയങ്കര വേദനയുണ്ട്. അപ്പോൾ ആ പുള്ളി എന്നോട് പറയുമ്പോൾ ആ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ പറഞ്ഞു വേണ്ട, ഞാൻ ഭക്ഷണം കഴിച്ചാൽ അതിനോട് അവസ്ഥ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ കാരണം നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് വന്നതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ചായ മതി എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് ജിലേബി വന്നത് ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ആ പരിചയപ്പെടുത്തരാം. ഭയ്യ आपका नाम? मुकेश कुमार। वो आपका दुकान है? अच्छा. അപ്പോൾ ആളുടെ കടയുണ്ടാ. നമ്മൾ വന്ന വഴിക്ക് വിളിച്ചാണ്. അത്യാവശ്യം സീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ടാ. ചായ കുടിച്ച് ആളെനിക്ക് ജിലേബിയും ചായയും തന്നിട്ടാ. പിന്നെ ഫോണിലേക്ക് രൂപി വെള്ളമൊക്കെ തന്ന്. സത്യം പറഞ്ഞാൽ നമ്മൾ രാവിലെ അവിടെ നിന്ന് കഴിച്ചിട്ട് വന്നേട്ടാ പമ്പിൽ നിന്ന്. ആ ഒരു പയ്യ നമ്മളോട് പറഞ്ഞാൽ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ്. അങ്ങനെ എന്താണ് ഈ പൊരിയും പിന്നെ അങ്ങനത്തെ ഇതുണ്ട്, വേറൊരു പൊരിയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ പിന്നെ മറ്റേ ഇത് കടലക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അമ്മ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. നല്ല വെയിലാണ് കേട്ടോ. പോകണമെങ്കിൽ അവിടെ എവിടെയല്ലേ റെസ്റ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ അവിടെ റെസ്റ്റ് എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാം കേട്ടോ. കാരണം ഞാനത് സംസാരിക്കാൻ പറ്റില്ല, വയ്യ. അത് ഈ തുമ്മൽ തൊണ്ടവേനയൊക്കെ എടുത്തിട്ടേ ഒരു തളർച്ചയൊക്കെ ഫീൽ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. വന്നൊക്കെ കുറേ ആൾക്കാരെ കണ്ട് വീഡിയോ ഒന്നും കുറേ ഒന്നും എടുത്തില്ല കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരെയും കാണുന്നതിനും വർത്താനം പറയണേലും. ആരും ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഭയങ്കര സന്തോഷം കേട്ടോ കുറച്ച് നേരം വർത്താനം പറയുമ്പോൾ. അത്യാവശ്യം വെയിൽ കാര്യങ്ങളുണ്ട് ഇന്ന്. നമ്മൾ വന്ന വഴിക്ക് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ പറയില്ല, വല്ലാത്തൊരു വയ്യായ്മയുണ്ട്. അപ്പോൾ അത് കാരണം ഇങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ഇടുന്നുണ്ട് കേട്ടോ. ഇതാണ് ബസ് സ്റ്റോപ്പ്. അതുപോലെ തന്നെ ഒരു ORS കലക്കി കുടിച്ച് ഇത്ര ആക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 2-2.5 മണിക്കൂറായി തോന്നുന്നു. 2 മണിക്കൂറായി കൂടി വന്നതിനാ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. തല ഇറങ്ങണൊക്കെ പോലെ ഒരു ഫീലിംഗ് തോന്നുന്നു. തല ഇറങ്ങണല്ല, ഒരു എന്താ പറയുക, ഒരു ക്ഷീണം പോലെ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മളിന്ന് എണീച്ചപ്പോഴും കുറച്ച് രീതിയിൽ ലേറ്റായി. ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ട് എണീച്ചപ്പോൾ. ഇപ്പോൾ ഏകദേശം ഒരു 3 മണിയായിട്ടാണ് നമ്മൾ പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത്. കണ്ടില്ലേ, അത്യാവശ്യം വെയിലുണ്ട് ചെറിയ, എന്നാലും ഓവർ വെയിലൊന്നുമില്ല കേട്ടോ, വെയിലുണ്ട്. എന്തായാലും ഒരു 3 മണി നേരെ പോകണമെങ്കിൽ എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യാതിരിക്കാം കേട്ടോ. ഇന്ന് റൈഡ് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വെച്ച് ഒരു 4-5 മണി വരെ മാക്സിമം എന്താണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മുന്നോട്ട് പോയിട്ടെ എനിക്ക് സാധനങ്ങളൊക്കെ മേടിക്കാം, നല്ല വിശപ്പുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്ത ഇവിടെ ഉണ്ടോ, ഇവിടെ ഒരു എന്താണ് കുജൂസ് കിച്ചൺ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഒരു കടയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ടെൻ്റ് അടിച്ച.
ഇപ്പോൾ ഏകദേശം നമ്മൾ ഇവിടെ നിന്ന് സിലിഗുരി പോണേന്. സിലിഗുരി ഏകദേശം 20-25 കിലോമീറ്റർ എന്തോ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് സിലിഗുരി പോകാൻ വേണ്ടി ഇറങ്ങാം. നമ്മുടെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അടിച്ചേക്കണം. സൈക്കിളുണ്ട് ഇവിടെ. സൈക്കിൾ ഞാൻ ഇന്നലെ അതിൻ്റെ അകത്താണ് വെച്ചാൽ എന്തായാലും ഓക്കെ ഇതൊന്ന് ഒതുക്കിയിട്ട് ഇവിടുത്തെ പുള്ളീനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കാട്ടോ. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് പുള്ളി ഇന്നലെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമുക്ക് വന്ന്. പിന്നെ അതുമാത്രമല്ല ഇന്നലെ വന്നോയ്ക്ക് കുറേ ആൾക്കാരെ കണ്ടുകൂട്ടിയാട്ടാ. ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കുറേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഞാൻ ഇന്നലെയൊന്നും അധികം ചവിട്ടിയില്ല. ഏകദേശം ഒരു 10-20 കിലോമീറ്റർ ചവിട്ടിയിട്ട് ഞാൻ റെസ്റ്റ് ചെയ്തിട്ട് ഒരു കട കിട്ടി. ആ കടയിലേക്ക് കിടന്നു തുടങ്ങി. അല്ലെങ്കിൽ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആൾ തന്നെ തന്ന്. ഞാൻ അതിൻ്റെ ചെറിയ വീഡിയോ കാര്യങ്ങളൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണേക്കും. അപ്പോൾ ആ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ കൊടുക്കാം കേട്ടോ. കാരണം ഭയങ്കര അടിപൊളി മനുഷ്യനായിരുന്നു. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് കാണട്ടാ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ ഇവിടെയൊക്കെ ഫുള്ള് മറ്റേ തേയില കൃഷിയാണ് ഈ കാണുന്നത്. എന്നാലും നമുക്ക് ഇതൊന്ന് ഒതുക്കാം. അതൊരു പുള്ളീനെ കൂടെ കാണിച്ചിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങാട്ടാ. കാരണം ഇവിടെ തേയിലാണ്. അപ്പോൾ അവർക്കൊരു ഡിസ്റ്റർബ് ആകണ്ട. നമുക്ക് എന്തായാലും സെറ്റാക്കാം. നമ്മളെ അങ്ങനെ സൈക്കിളിൽ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാ. അപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്. സൈക്കിൾ എറ്റാറ്റ് പിന്നെയും പണി കിട്ടി. മറിഞ്ഞു വീണിട്ടോ ഒന്ന്. എല്ലാം സെറ്റായിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ആളെ ഞാൻ പരിചയപ്പെടുത്തലുണ്ട്. ഇതാണ്ട കടയുടെ പേര് കുജൂർസ് കിച്ചൺ. അപ്പം ഞാൻ ആളെ പരിചയപ്പെടുത്തരാം. हाय भैया, आपका नाम क्या है? सुमन कुजूर। सुमन कुजूर। ये आपका है दुकान? जी सर। अच्छा अच्छा अच्छा। वो कितना महीना? 4th month। 4 month हो गया। अच्छा अच्छा अच्छा. അപ്പോൾ ആളുടെ കടയുണ്ട്. നമ്മൾ സൈക്കിള് കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ തന്നിട്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ എവിടെയാണ് താമസിച്ചത് കേട്ടോ. ഓക്കെ ഭയ്യ, താങ്ക് യു. ഓക്കെ. അപ്പോൾ എന്തായാലും പുള്ളിയോട് നന്ദിയൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. നമ്മളിപ്പോൾ ഇറങ്ങാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. ഓ താങ്ക് യു ഭയ്യ. അപ്പോൾ നാസ്ത കഴിക്കാം കേട്ടോ. രാവിലെ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ സിലിഗുരി ഇതേക്ക് ഇതിനാ 25 സീതാ റാസ്ത. ഇവിടുന്ന് സിലിഗുരി 25 കിലോമീറ്ററുണ്ട്. അപ്പോൾ നമുക്ക് പോകണമെങ്കിൽ നമ്മുടെ ഒരു ഗ്യാസിൻ്റെ ഒരു സാധനം സെറ്റാക്കാണ്ട്. അപ്പോൾ ഒക്കെ സെറ്റാക്കാൻ എന്തായാലും കഴിക്കാം കേട്ടോ. ഓക്കെ. നമ്മളെ ഭക്ഷണമൊക്കെ കഴിച്ച് പുള്ളിയോട് നന്ദിയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടാ. ഭയങ്കര സന്തോഷം. ഇന്നലെയും ഭക്ഷണം ഇന്നും ഭക്ഷണം തന്നില്ല. പാവം. ഇവിടെയൊക്കെ അത്യാവശ്യം നമ്മളിപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലാട്ടെ. ഇന്നലെ കയറിയതാണ് നമ്മൾ. ഇന്നലെ ഒരു വൈകിട്ടൊക്കെ ഇപ്പോൾ കയറിയതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വയ്യായിരുന്നു. ഇപ്പോഴും റെഡി ആയിട്ടില്ല. സൗണ്ടിൻ്റെ ആ മൂക്കിടപ്പുണ്ട്, തൊണ്ടവേനുണ്ട്. അത്യാവശ്യം വെയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ പോകുന്നത്. ഈ റൂട്ടിലെ ഇന്നലെ നമ്മൾ ഒരാൾ കണ്ടായിരുന്നു. ഈ റൂട്ടിൽ അത്യാവശ്യം ക്രിസ്ത്യൻസ് ഉള്ള റൂട്ടാണെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം ക്രിസ്ത്യൻസ് എന്നാണ് കത്തോലിക്കാസുള്ള ഒരു സ്ഥലമാണെന്നാണ് പറഞ്ഞത്. നല്ല അടിപൊളിയാണ്ടേ കാഴ്ചകൾ. നോക്കി ഇപ്പുറത്തും അപ്പുറത്തൊക്കെ ഫുള്ള് തേയിലത്തോട്ടം കണ്ടാൽ നമുക്ക് ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഇറങ്ങാൻ പറ്റുമോ നോക്കാട്ടോ. ഞാൻ ഡ്രസ്സൊക്കെ മാറി. നല്ല വെയിൽ കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഡോഗ്ര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഏകദേശം 4 കിലോമീറ്ററിലോട്ടോ. ജസ്റ്റ് ഇറങ്ങി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാട്ടെ. ഇവിടെ നിന്ന് അടിപൊളിയാണ്. നമ്മൾ മൂന്നാറൊക്കെ വന്നൊരു ഫീലാണ് തോന്നാനായിട്ട്. ഇവിടെ കയറുന്നതിന് കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. ആരെയും കണ്ടില്ല. കണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാറുണ്ട്. പിന്നെ അവിടെയൊക്കെ മറ്റേ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യിക്കണ്ട മറ്റേ ഇത് വെച്ച്. അതാകുമ്പോൾ എല്ലായിടത്തേക്കും വെള്ളം പോകും. എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെയൊക്കെ വല്ല പൈപ്പൊക്കെ ഉണ്ടാവും. കുറച്ച് നേരം കഴിയുമ്പോഴേക്കേ ഓണാകുള്ളൂ. സിസ്റ്റം കൊള്ളാം കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു മൂക്കടപ്പല്ലേ മാറിയിട്ടില്ല ഇതുവരെ. അതാണ്ട സൗണ്ട് ഒരു ഇത് തന്നെ സെറ്റാണ്ടാ. നമ്മുടെ ചെക്കൻ അവിടെ ഉണ്ട്. ചെക്കൻ അവിടെ നിർത്തിയിട്ടാണ് പോന്നേക്കണം. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം വെയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം നല്ല ഇതുണ്ട്, ചൂടുണ്ട്. രാവിലെ ഒന്നും അങ്ങനെ വലിയ തണുപ്പ് കാര്യമായിട്ടുണ്ടാകുന്നില്ല. മിഞ്ഞാന്നൊക്കെ അത്യാവശ്യം തണുപ്പുണ്ടാകും കേട്ടോ. മിഞ്ഞാന്നൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇന്നലെ അങ്ങനെ അധികം ഉണ്ടാകുന്നില്ല കേട്ടോ. നമ്മൾ അവിടെ നിന്ന് വന്ന ടൈമിൽ ബീഹാറിലേക്ക് വെച്ച് കുഴപ്പമില്ലാത്ത തണുപ്പ് അത്യാവശ്യം ഉണ്ട്. നല്ല അത്യാവശ്യം വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നലെയും ചെറിയ വെയിലുണ്ടായിരുന്നു. പക്ഷേ മിഞ്ഞാന്നും അതേപോലെ തന്നെ വെയിൽ കാര്യങ്ങളുണ്ടായിരുന്നു. അതിന് മുമ്പൊക്കെ ഭയങ്കര തണുപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബീഹാറിൽ പല സ്ഥലങ്ങളിലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വെസ്റ്റ് ബംഗാളിലേക്ക് കയറിയപ്പോൾ അത്യാവശ്യം വെയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കണ്ടില്ല, അടിപൊളിയാണ് കേട്ടോ. അവിടെ ഇവിടേക്ക് ഇട്ടുണ്ട് വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എൻ്റെ സൈക്കിളൊക്കെ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടാ. കണ്ടില്ലേ,
ജസ്റ്റ് അവിടെ നിന്ന് ഇറക്കിയതാണ്. അവിടെ കുറച്ച് ആൾക്കാർ ഇപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ അവരാണെന്ന് അറിയില്ല ഇതിൻ്റെ ആൾക്കാർ, ഞാൻ അവരോട് പറഞ്ഞൊന്നുമില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ ഇറക്കി വെച്ചിട്ടാണ്. കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയാണ്. ഇപ്പം അത്യാവശ്യം വെയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങാടൊക്കെ ജസ്റ്റ് പോയിട്ടാണ്ടോ വന്നാൽ. എന്തായാലും പയ്യെ ഇവിടുന്ന് ഇറങ്ങാട്ടാ. ഇനിയിപ്പോൾ നേരെ സിലിഗുരി പിടിക്കാമല്ലാന്ന് വിചാരിച്ചിങ്ങനെ. അപ്പോൾ എന്തായാലും പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാട്ടാ. നമ്മളെ വന്ന വഴിക്ക് ഒരാളെ കണ്ടിട്ടാ, ആളെ പരിചയപ്പെടുത്തരാം. ഹായ് ഭയ്യ, आपका नाम क्या है? मेरा नाम सरोज राय, बुट्टावाड़ी। अच्छा, ये वेस्ट बंगाल का? वेस्ट बंगाल बागडोगरा बुट्टावाड़ी। अच्छा अच्छा अच्छा. അപ്പോൾ നമ്മൾ ഭയ്യ നമുക്ക് മേടിച്ചെന്ന് കേട്ടോ. അത് കാണിക്കണ്ടെന്നാട്ടോ പുള്ളി പറയാം. താങ്ക് യു ഭയ്യ. भैया इधर से सिलीगुड़ी कितना दूर है? यहाँ से सिलीगुड़ी आपका ऐसे 6-7 किलोमीटर. अच्छा अच्छा अच्छा. ये आपका गाड़ी है? यस भैया। ആളുടെ വണ്ടിയായിട്ട്. അപ്പോൾ ആള് വന്നോയ്ക്ക് നമ്മൾ മീറ്റ് ചെയ്തത്. राइडिंग के लिए गाड़ी है तो अच्छा, घर पे रखो बस राइड के लिए। अच्छा अच्छा. ओ आप राइड करेगा? कौन सा गाड़ी है? लेकिन बस ब्लॉक नहीं करता हूँ मैं, बस राइड ऐसे। अच्छा अच्छा अच्छा. राइड का गाड़ी घर पे ही है, नॉर्मल लोकल में चला। अच्छा अच्छा. ओ आपका प्रोफेशन क्या है भैया? मैं इलेक्ट्रिशियन। इलेक्ट्रीशियन हो? इधर में जी, एयरपोर्ट में कॉन्ट्रैक्ट लेके काम। एयरपोर्ट में? अच्छा अच्छा. ये एयरपोर्ट किधर? इधर से एयरपोर्ट अभी आप जाएंगे ना, ये फ्लाईओवर का नीचे से जाइए, जाने का सामने आपको देखिए एक टनल है, वो टनल से सीधा अंदर जाएगा। अच्छा अच्छा. ओ सिलीगुड़ी एयरपोर्ट है. सिलीगुड़ी जाने के लिए ये फ्लाईओवर ऊपर? अगर एयरपोर्ट रुकना है तो फ्लाईओवर का नीचे से जाइए, ब्रिज है, ब्रिज का वहाँ से एयरपोर्ट का गेट दिख जाएगा। अच्छा अच्छा अच्छा. ഇവിടെ എയർപോർട്ട് ഉണ്ട്, സിലിഗുരി എയർപോർട്ട് എന്നാണ്. അതായത് സിലിഗുരിയിലെ എയർപോർട്ടാണ്. അപ്പോൾ നമ്മൾ ഭയ്യ. ഓക്കെ ഭയ്യ, താങ്ക് യു. വെൽക്കം. താങ്ക് യു. ഇത് കണ്ടില്ലേ, ഇതൊരു ഫ്ലൈ ഓവർ ആട്ടോ, ഒരു 6 ലൈനാണ്ടാ. അടിപൊളിയാണ്. ഇപ്പം അത്യാവശ്യം തണുപ്പ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്ന വഴിക്ക് ഒരു ഭൂട്ടാൻകാരനെ കണ്ടിട്ടാ, ആളൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് ഞാൻ എൻ്റെ ഫോണിലാണ്ട് അതിൻ്റെ വീഡിയോ എടുത്താൽ. കാരണം നമ്മൾ 2 ഇതിലാണ് വീഡിയോ എടുക്കാം. ഒന്ന് ഇതിൽ ഭയങ്കര വൈഡിലാണ്, സൂപ്പർ വൈഡിലാണ് എടുക്കുന്നത്, മറ്റേത് ഫോണിലും എടുക്കണം റീൽസിന് വേണ്ടി. അപ്പോൾ രണ്ടും കൂടെ എടുക്കുമ്പോൾ നമുക്ക് മിസ്സാവും. ഞാൻ എന്തായാലും റീൽസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണേക്കും. ഭയങ്കര സന്തോഷം പറഞ്ഞ് നമ്മുടെ ബോർഡിൽ ഭൂട്ടാനും കൂടെ കണ്ടപ്പോൾ അല്ലേ, ഭൂട്ടാനും കൂടെ കണ്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. പുള്ളി വന്ന് സംസാരിച്ച് എനിക്കൊരു കുപ്പി വെള്ളമൊക്കെ അടിച്ചു തന്നിട്ട് പാവം. എന്തായാലും നല്ല കാര്യം, കാണാൻ പറ്റില്ല അവരോരുത്തരേക്കാ. നമ്മൾ പോണ റൂട്ടാണ്ടാ. നമ്മളെ ഇനിയിപ്പോൾ പോകാൻ പോണത് ഗുവാഹട്ടിയിലേക്കാണ്ടാ. 486 കിലോമീറ്റർ, അതായത് ആസാമിലേക്കാണ് പോണത്. അവിടെ നിന്ന് റൈറ്റ് എടുത്താണ്ട പോകേണ്ടത്. ഇപ്പം ഇനി ഡാർജിലിംഗ്, അതേപോലെ തന്നെ ഗാങ്ടോക്ക്, അതായത് സിക്കിം പോകണത് സ്ട്രെയിറ്റ് ആട്ടാ. നമുക്കിപ്പോൾ സിക്കിമിലേക്ക് നമ്മളിപ്പോൾ കേരള ഡാർജിലിംഗ് പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അവിടെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ടാകും. ഈ ടോയ് ട്രെയിനൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അതിന് കുറച്ച് എക്സ്പെൻസ് ആണെന്ന് തോന്നുന്നു. 1000 രൂപ വല്ലൂന്ന് തോന്നുന്നുണ്ടാ. കയ്യിൽ ഇപ്പം അത്രയ്ക്കില്ല. നമ്മളെന്തായാലും പയ്യെ കയറുള്ളൂട്ടാ. എന്തെങ്കിലുമൊക്കെ വരുമാനങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മൾ ആസാമിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. പിന്നെ സൈക്കിളൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കണം കേട്ടോ. പിന്നെ എൻ്റെ ഗ്യാസിൻ്റെ ആ സ്റ്റൗ ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കണം. സിഗ്നലാണ് കേട്ടോ. എന്തായാലും നമുക്ക് പയ്യെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ സിഗ്നൽ വീണേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു സൈക്കിളിൽ ഒരു കടയുടെ ഒരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് പോയി നോക്കാം കേട്ടോ. വന്നൊരു സൈക്കിൾ കടയിൽ കയറിയായിരുന്നു. ആ പുള്ളീനോട് ചോദിച്ചായിരുന്നു. ആ പുള്ളി വന്ന ലൊക്കേഷനാണ്. പോയി നോക്കാം. എന്തായാലും റേറ്റ് കുറഞ്ഞ് കിട്ടുമെന്നാണ് പറഞ്ഞാൽ. സെറ്റായാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ വലിയ ചിലവില്ലാണ്ട് നമുക്ക് സെറ്റാക്കാറുണ്ട് കേട്ടോ. നമ്മൾ സിലിഗുരി പോണ വഴിയാണ് കേട്ടോ. അത്യാവശ്യം തിരക്ക് കാര്യങ്ങളുണ്ട്. മഴ പൊടിയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ചെറിയൊരു മഴ കണ്ടില്ലേ, നനഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിൽ. മഴ പൊടിയുണ്ടെന്ന് തോന്നണേ. പിന്നെ അത്യാവശ്യം കടകളുണ്ട്. ഇതൊരു ബ്രിഡ്ജിൻ്റെ അടിയിലാണ് കേട്ടോ. ഇതൊരു ആർമിയുടെ വണ്ടിയൊക്കെ ഇപ്പം ഉണ്ട് കേട്ടോ. നമ്മളെ വന്ന വഴിക്ക് 2 ആൾക്കാരെ കണ്ടിട്ടാ. ജസ്റ്റ് പരിചയപ്പെടുത്തരാം. ചായക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാ. हाय, नाम क्या है आपका? हेलो, मैं सुशील हूँ। अच्छा अच्छा. मैं बंगाल से स्विगी में काम करता हूँ। स्विगी में काम कर मैं भी जोमेटो में काम किया था इनकी पहले. हाय, आपका नाम क्या है? मेरा नाम अभिनय पटेल है. अच्छा. भैया को सब्सक्राइब कर दीजिए. बहुत ही मेहनत कर रहे हैं. लगभग बोल रहे हैं 8 महीने से बाहर नहीं है. तो बहुत ही हिम्मत का बात है. वो भी अकेले चलना, ये तो बहुत ही हिम्मत की बात है. अभी जोमेटो में स्विगी में काम स्विगी में, किया. हाँ, मैं भी जोमेटो में काम किया था इनके पहले. अभी मेरे बाद इन्वेट था. नहीं आप खा लो, मैं तो चाय रख लीजिए, फिर रास्ते में खाइएगा. अच्छा. ഇതൊന്നൊക്കെ ഒരു സ്നേഹം കണ്ടില്ല. ഭയങ്കര സന്തോഷമുണ്ട്. പാവങ്ങള് ഞാൻ വേണ്ടതൊക്കെ പറഞ്ഞു കേട്ടാ. നമ്മളൊരിക്കലും ആരെയും ബുദ്ധിമുട്ടിക്കില്ല കേട്ടാ. ഓക്കെ ഓക്കെ. നമ്മളൊരിക്കലും ആരെയും ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ. പക്ഷെ ഇവരായിട്ട് നമുക്ക് തന്നെ സ്നേഹമുണ്ട്. വാട്ടർ ബോട്ടില് പാനിയെ അച്ഛാ വെള്ളമുണ്ട്. पानी कम नहीं पड़ना चाहिए. तो എന്തായാലേ ചായ പിടിച്ച് ഇവരോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് പോകാം. आज तो कितना बजे तक स्टॉप करेगा आप लोग? हम लोग 10 बजे. 10 बजे. अच्छा. और जोमेटो स्विगी कैसे उधर? स्विगी ऑर्डर है? ऑर्डर अभी कम है. कम है ना. ऑर्डर
ഭയങ്കര കുറവാണ്. നമ്മുടെ അവിടെയും ഭയങ്കര കുറവാണ്. സൊമാറ്റോ ആണെങ്കിൽ സ്വിഗ്ഗി ആണെങ്കിലും ഓർഡർ കുറവാണ്. നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ഉണ്ടായില്ലേ. അപ്പം എന്തായാലും നമുക്ക് ചായ കുടിച്ചിട്ട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. നമ്മളെ ഇപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് അവരോട് യാത്ര പറഞ്ഞിട്ട് നമ്മളും സൊമാറ്റോയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഭയങ്കര ഓട്ടവും കാര്യങ്ങളൊക്കെ കുറവാണ്. കാരണം അപ്പോൾ നമ്മളും ആ ഒരു അനുഭവങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാട്ടാ. നമുക്ക് മനസ്സിലാവും അവരുടെ ബുദ്ധിമുട്ടൊക്കെ. പാവം നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ അതേ ഫുള്ള് ഇപ്പോൾ കുറേ നേരമായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ഞാനിപ്പോൾ സൈക്കിളോടെ അന്വേഷിച്ച് നടക്കണേട്ടാ. കാരണം ഇന്ന് ഞായറാഴ്ചയാണ്. ഒരുപാട് കടകളൊക്കെ കണ്ടില്ലേ അടച്ചിട്ടേക്കണേട്ടാ. എവിടെയും കടകൾ കാര്യങ്ങളൊന്നും കിട്ടാനില്ല കേട്ടോ. മഞ്ഞവഴിക്ക് ഒരുപാട് നോക്കി, മഞ്ഞവഴിക്കല്ല പോണേക്ക് ഒരുപാട് നോക്കാണ്ട് ഒരു പിടുത്തമില്ല എന്താവുന്നു. ടയർ മാറ്റാണ്ട്, ഫ്രണ്ട് ടയർ മാറ്റാണ്ട്, പിന്നെ ബാക്കിൽ അതിൻ്റെ സ്പോക്ക് മാറ്റാണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫ്രീ വീലിൽ പോയി കിടക്കണേ അത് സെറ്റ് ചെയ്യണം. അത് അന്വേഷിച്ചൊരു കടയിൽ കിട്ടി. അവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. 700 സംതിങ് ആണ് പറയണത്. ഒരു പൈസ പോലും കുറക്കുള്ള അവന്മാർ. പിന്നെ അവസാനം ചെയ്തില്ല കേട്ടോ. ടയറിന് 700 സംതിങ്. നമ്മൾ ടയറൊക്കെ മാറ്റിയത് 400 സംതിങ് 500 ഒക്കെ വെച്ചൊക്കെയാണ് നമ്മൾ മാറ്റിയത്. 700 സംതിങ് ഒന്നും നമ്മളെ കൊണ്ട് താങ്ങൂല. വേറെ നോക്കാം കടകൾ വല്ലതും കിട്ടുമെങ്കിലേ. ഇന്ന് ഞായറാഴ്ച കൊണ്ട് ഇവിടെ ഒരു കടയും തുറന്നിട്ടില്ല കേട്ടോ. ഇതൊരു എന്താ പറയുക ഹോങ്കോങ് മാർക്കറ്റ് എന്ന് പറയും കേട്ടോ. അങ്ങാടേക്കാണ് നമ്മൾ പോണത്. ഇവിടെ ഞായറാഴ്ച കൊണ്ട് ഒരു കടയും തുറന്നിട്ടില്ല കേട്ടോ. അവസ്ഥ നോക്കിയേ ഇല്ലേ, എവിടെയും കടകളില്ല. 1-2 കടകളൊക്കെ തുറന്നിട്ടുണ്ട് ഭക്ഷണത്തിലേക്ക്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പക്ഷെ ഇന്ന് ഞായറാഴ്ച കൊണ്ട് വല്ലാത്തൊരു പണിയായിപ്പോയിട്ടാ. ഇവിടെ കടകളൊന്നുമില്ല. ഇതിൽ കഴിക്കണോട്ടോ പോണേക്ക്, അല്ലെങ്കിൽ സാധനങ്ങൾ മേടിക്കണം. എന്നിട്ട് ഫുഡ് ഉണ്ടാക്കാമല്ലാന്ന് വെച്ച് പോണേക്ക്. ഇപ്പം എന്തായാലും ആസാമിലെത്തിയിട്ട് സൈക്കിൾ റെഡിയാക്കാമല്ലാന്ന് ചോദിച്ചിട്ട്. ആസാമിലെങ്കിലും റേറ്റ് കുറവായാൽ മതിയായിരുന്നു എന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കണേണ്. സത്യം പറഞ്ഞാൽ നല്ല റേറ്റ് ഉണ്ട് ഇവിടെയൊക്കെ. എല്ലാ കടകളിലും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ലാസ്റ്റ് ചോദിച്ച കട ഹോൾസെയിൽ കടയായിരുന്നു. അവിടെ റേറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം. പക്ഷെ നമ്മൾ മാറിയത് അതിലും കുറഞ്ഞ റേറ്റിനൊക്കെ ആയിട്ടാണ് മാറിയത്. പിടുത്തമില്ല. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങണേണ്ടാവും. ഇവിടെ വേറെ കടകൾ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം ഇന്ന് ക്ലോസ്ഡ് ആണ്. ഇതുണ്ടല്ലേ ഇപ്പുറത്തെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. സിലിഗുരി റെയിൽവേ സ്റ്റേഷനാണ്. അടിയിൽ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും സിലിഗുരിയിൽ നമുക്ക് കാണാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഡാർജിലിംഗ് ഒക്കെ പോവുമല്ലോ, അപ്പോൾ അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. വെസ്റ്റ് ബംഗാളിൽ തന്നെയാണ് ഡാർജിലിംഗ്. ഇത് സിലിഗുരി ടൗൺ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഉണ്ടല്ലേ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് ട്രെയിനിനൊക്കെ കുറവാണെന്ന് തോന്നുന്നുണ്ടോ. നമുക്ക് ഈ റൂട്ട് വേണം പോകാൻ. ഞാനിപ്പോൾ നേരെ ഗുവാഹട്ടി പോകുന്ന റൂട്ടിലാണ്, അതായത് ആസാം പോകുന്ന റൂട്ടിലാണുള്ളത്. ശരിക്കും നമ്മൾ തിരിച്ച് റിട്ടേൺ സിലിഗുരി വന്നിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കറങ്ങി കഴിഞ്ഞ് തിരിച്ച് വന്നത് സിലിഗുരിയിലേക്കാണ്. അപ്പോൾ ബാക്കിയുള്ളത് കറങ്ങാലാന്ന് ചോദിച്ചിട്ടാ. അപ്പോൾ എന്തായാലും ആസാം പോകണം. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ അല്ലെങ്കിൽ പിന്നെ 2 തവണ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും കേട്ടോ കൂടുതൽ ടൈം. അതുകൊണ്ടാണ് കേട്ടോ. മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പച്ചക്കറി വല്ലതും മേടിക്കാണ്ട് ഇവിടെ നിന്ന്. ഇത് നോക്കി നമ്മൾ ശരിക്കും ഇപ്പോൾ കടന്നു പോകണമെന്നുണ്ടല്ലോ. ബംഗ്ലാദേശിൻ്റെ പറ്റക്കൂടിയാണ് കേട്ടോ. നോക്കി ബോർഡർ തന്നെ വേണ്ട. ബംഗ്ലാദേശിൻ്റെ പറ്റക്കാണ് നമ്മൾ പോകുന്നത്. ശരിക്കും നമ്മുടെ ഇപ്പുറത്തെ സൈഡ് ബംഗ്ലാദേശും അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഭൂട്ടാനും വേണ്ട. അതിൻ്റെ 2ൻ്റെ നടുക്കൂടിയാണ് നമ്മൾ യാത്ര. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഒരു സ്വപ്നങ്ങൾ മാത്രമല്ല, ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യാനുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ബംഗ്ലാദേശൊക്കെ പോകാനൊരു പ്ലാൻ മനസ്സിൽ ഇപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട്. ബംഗ്ലാദേശൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല ഇതുവരെ. ഇപ്പം നേപ്പാൾ വരെയും പിന്നീടാണ് ഞാൻ മനസ്സിൽ ഇങ്ങനെ പോവാം എന്ന് വിചാരിച്ചത്. ഭൂട്ടാനും ഇതുവരെ പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഭൂട്ടാനും അതേപോലെ തന്നെ ഒരു പ്ലാനിൽ ഇങ്ങനെ ആഡ് ചെയ്തതാണ്. ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ നമ്മൾ അതൊക്കെ കവർ ചെയ്യും. ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നമ്മുടെ കയ്യിൽ വലിയ വരുമാനങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടിക്കഴിഞ്ഞായിരുന്നെങ്കിൽ നമുക്കൊരു നല്ല രീതിയിൽ യാത്ര ചെയ്യാമായിരുന്നു. ഇപ്പോഴും നമ്മൾ സൈക്കിള് കംപ്ലൈൻ്റ് ആയ രീതിയിലാണ് നമ്മൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. സൈക്കിൾ ആകെ പണി കിട്ടിയിരിക്കുന്നതാണ്. ടയർ മാറ്റാനുണ്ട്, പിന്നെ ബാക്കിലാ ചെയിൻ സ്പോക്ക് പോയിരിക്കുന്നതാണ്, പിന്നെ അതിൻ്റെ അലോയ്മെൻ്റ് കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നുണ്ട് ഫ്രണ്ടിലാണ്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക കുറച്ച് സാധനങ്ങളൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട്. എന്തായാലും നോക്കണം. ഇൻഷാല്ലാഹ് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ആരോടും ചോദിക്കാനുള്ള ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ആരെങ്കിലും നമ്മളെ കുറഞ്ഞ രീതിയിലെ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരം പോകാം. നോക്കണം. നമ്മൾ പല കടകളിലും മഞ്ഞവഴിക്ക് അന്വേഷിച്ചു. ഇപ്പോൾ സിലിഗുരിയിൽ നമ്മൾ അത്യാവശ്യം കടകൾ അന്വേഷിച്ചു. പക്ഷേ അവിടെയൊക്കെ അത്യാവശ്യം റേറ്റാണ്. 700-800 ഒക്കെ വെച്ചാണ് കേട്ടോ ഈ ഒരു ടയർ മാറ്റാൻ വേണ്ടി. ടയർ ഫ്രണ്ട് ടയറും പിന്നെ അതിൻ്റെ എന്താണ് ട്യൂബും കൂടെ മാറ്റാൻ വേണ്ടി. അപ്പോൾ അത്രയും ബഡ്ജറ്റ് ശരിക്കും ആവില്ല. എന്നാലും അതിൽ കുറഞ്ഞ കിട്ടുമെങ്കിൽ ചെയ്യാറുണ്ട്. പക്ഷേ നടപടി ആയില്ല. പുള്ളി കുറക്കണമില്ല. ഒരു പുള്ളി കുറച്ച്, പക്ഷേ കുറച്ചിട്ടാണെങ്കിൽ ഒരു 50 രൂപ കുറച്ചുള്ളൂ. അതിൽ കൂടുതലൊന്നും കുറയാനില്ല.
അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്നും ആവില്ല. മാക്സിമം നോക്കണം. പിന്നെ അതേപോലെ തന്നെ കയ്യിലാണെങ്കിൽ ഫണ്ട് വളരെ ഷോർട്ടാണ്. കുറേ പേരൊക്കെ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞു, പക്ഷേ നമ്മൾ വിളിച്ച് ചോദിക്കൂല ആരെയും. നമ്മൾ അങ്ങനെ ചോദിക്കാനുള്ള ഇതില്ല എനിക്ക്. ഞാൻ അങ്ങനെ ചോദിക്കാറുമില്ല ആരോടും. അപ്പം അതുകൊണ്ടാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം നമുക്ക് നല്ല യാത്രകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങളോട് ഇറങ്ങി തിരിച്ചൊരു യാത്രയാണ് എൻ്റെ. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ, മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മളെ ടെൻ്റ് അടിച്ചേട്ടാ. ഇന്ന് പെട്രോൾ പമ്പ് വന്നോക്കിയിട്ട് ഒരു വലിയ പെട്രോൾ പമ്പാണ് കേട്ടോ. അത് കണ്ടില്ലേ, അവിടെയാണ് പമ്പ്. ഇവിടെ ഇഷ്ടംമാതിരി വണ്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ടെൻ്റ് അടിച്ച് ഇവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ഞാൻ അവരെ പരിചയപ്പെടുത്തരാട്ടാ. ഇന്ന് ആദ്യം നമ്മൾ യാത്ര എന്ന് പറയാൻ വേണ്ടി സിലിഗുരിയിലെത്തി. സിലിഗുരിയിൽ നമ്മൾ അധികം കറങ്ങില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഭയ്യ ഉണ്ട്. ഹായ് ഹായ് ഭയ്യ, आपका नाम क्या है? नाम क्या है आपका? नाम रोहन मंगा। रोहन, आप किधर का है प्रॉपर? मेरा सिलीगुड़ी का है। सिलगुड़ी बीरपारा। ओ, किधर जाएगा आप? अभी इधर गाड़ी रख के लोड होगा तो अच्छा इधर लोड मिलेगा, उधर जाएगा। अच्छा ओके, इधर ही खड़े। अच्छा ഓക്കെ ठीक है. ഇവിടെ വേറെ കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലേ ഞാൻ പരിചയപ്പെടുത്തരാം. അപ്പോൾ ശരിക്കും നമ്മളിന്ന് അധികം എവിടെയും പോയില്ല. സിലിഗുരി വന്ന് കുറേ സ്ഥലങ്ങൾ നോക്കി സൈക്കിൾ ശരിയാക്കാൻ. എവിടെയും കിട്ടിയില്ല കേട്ടോ. ആയ 2 കടകൾ കിട്ടി. അവിടെയൊക്കെ ഭയങ്കര പൈസ ഉണ്ടാ, നടപടി ആയില്ല. പറ്റണ പോലെ ഗുവാഹട്ടി വരെ എത്തിക്കാമെന്ന് വെച്ച് ഗുവാഹട്ടിയിലെങ്കിലും കിട്ടുമെന്ന് നോക്കാം കുറഞ്ഞ റേറ്റിൽ. അല്ലെങ്കിൽ പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു കട കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ വെച്ച് ചെയ്യാമെന്ന് വെച്ചിട്ടാ നോക്കണം. എല്ലാം സെറ്റാക്കണം കേട്ടോ. സാമ്പത്തികപരമായിട്ടൊന്നുമില്ല കയ്യിൽ. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒന്നിനേക്കാൾ തിരിച്ച് നാട്ടിൽ പോയിക്കൂടെ. സത്യം പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചേക്കെ, ഒരുപാട് ആഗ്രഹിച്ച് ഇവിടം വരെ കഷ്ടപ്പെട്ടെത്തി. നമ്മുടെ ആഗ്രഹമാണ് ഇപ്പോഴും മനസ്സിലാകില്ല. പൈസ ഇല്ലെങ്കിൽ ഇത്രനാൾ നമ്മൾ പൈസ ഇല്ലാണ്ട് യാത്ര ചെയ്ത് ആകെ ഈ കിട്ടുന്ന പണികൾ മാത്രമേ ഉള്ളൂ സൈക്കിളിൽ കിട്ടണം. അപ്പോൾ അതൊക്കെ മാത്രമാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും അത് ഡ്രോപ്പ് ചെയ്യല്ല. എന്തെങ്കിലും ഒരു വഴി കാണിക്കും, അല്ലെങ്കിൽ നോക്കാം എന്തെങ്കിലുമൊക്കെ ശരിയാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടാ. നെയ്ച്ചോറ് തന്നെയാണ് ഇന്ന് ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ ചിക്കൻ കറി ആയിട്ട് വെച്ചേക്കണം. നമ്മളിന്ന് വന്നോക്കി ചിക്കൻ കണ്ട് അതുകൊണ്ട് മേടിച്ചേട്ടാ. 50 രൂപ ഉള്ളൂ. രാവിലെ ഒന്നും നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടാകുന്നില്ല. ആകെ നമ്മുടെ ആ ബയ്യ രാവിലെ തന്ന ഫുഡ് അത് കഴിച്ച്. പിന്നെ നല്ല വിശപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. വന്നോക്കി ഓരോരുത്തർ ചായ, സ്നാക്സ് അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചതിൻ്റെ അതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ ഒന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ മേടിച്ചാണ്. അരിയും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട്. ഇടയ്ക്കൊക്കെ മാത്രമേ ഉള്ളൂ നമ്മളിങ്ങനെ ചിക്കനെ കഴിക്കുള്ളൂ. കാരണം എക്സ്പെൻസീവ് അതായത് വലിയ എക്സ്പെൻസീവ് ഇല്ലാത്ത ഫുഡ് കഴിക്കാനും നോക്കണം. അപ്പോൾ ചിക്കൻ 50 രൂപ കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അപ്പോൾ ഇങ്ങനെ ചിക്കൻ കറിയൊക്കെ എടുത്ത് കുറച്ചിട്ടാ. പിന്നെ ഇത്തിരി നാരങ്ങച്ചാറ് ഇതുപോലെ ഇങ്ങനെ കുഴച്ചിട്ടുണ്ടല്ലോ. ബിസ്മില്ലാ സെറ്റാട്ടോ.